ഹലോ. അപ്പോൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ വൺ ഓഫ് ദ ലക്ഷറിയസ് മോൾ വെൻറ്റം മോളാണ്. ഇവിടെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇതും ഒരു റെസ്റ്റോറൻ്റാണ്. കാണാൻ നല്ല അടിപൊളിയാണ്. ഇൻറ്റീരിയർ എല്ലാം നല്ല സൂപ്പർബായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഇത് കണ്ടാൽ പറയോ റെസ്റ്റോറൻ്റ് ആണെന്ന്. പിന്നെ ഉള്ളിലോട്ട് നമ്മൾ നടന്ന് വരുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും സോ മെനി ഔട്ട്ലെറ്റ്സും ഈ ബ്രാൻഡഡ് ക്ലോത്ത്സിൻ്റെയും ബ്രാൻഡഡ് ഐറ്റംസ് ഒരുപാടുണ്ട്. ഇത് നമ്മളെപ്പോലെ നോർമൽ ആൾക്കാർക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളതാണ്. സാധനങ്ങൾക്കെല്ലാം നോർമലി ഇച്ചിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ താഴോട്ട് നടന്നു വന്നപ്പോഴത്തേക്കും അവിടെ മ്യൂസിക്കൽ വാട്ടർ ഡാൻസ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ വാട്ടർ ഡാൻസിൻ്റെ കൂടെ തന്നെ അവർ മ്യൂസിക്കും ആ ബിൽഡിങ്ങിൻ്റെ വാളിൽ കൊടുത്തേക്കുന്ന ഡിസ്പ്ലേസൊക്കെ സൂപ്പർബായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം അത് കണ്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് ഒരു ബോളിനകത്ത് എന്തോ ഇട്ട് കറക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിനകത്തിരിക്കുന്ന ഡോളിനൊക്കെ നിറയ്ക്കാനുള്ള കോട്ടനാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഫുഡിൻ്റെ ആയാലും ക്ലോത്ത്സിൻ്റെ ആയിരുന്നാലും പെർഫ്യൂമിൻ്റെ ആയിരുന്നാലും ഒരുപാട് ഔട്ട്ലെറ്റ്സ് നമുക്കുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മേടിക്കാം. ഇച്ചിരി എക്സ്പെൻസീവാണ്, പക്ഷേ നമുക്ക് നല്ല ഊതൊക്കെ ഒറിജിനൽ ഊതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേക്ക് ചെറിയൊരു റിവർ മാതിരി കണ്ട്. അത് ഒറിജിനൽ സീ വാട്ടറാണ്, കടൽ വെള്ളമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കടലിൽ നിന്നുള്ള, അത് അവരങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം പഞ്ഞിമിഠായി കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പഞ്ഞിമിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കവറ് 10 റിയാലാണ്. അങ്ങനെ അത് മേടിച്ചു. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കണം എന്നുള്ളത്. ഇത് ഭയങ്കര സ്വീറ്റാണ്, അതിൻ്റെ ഷുഗറിൽ നിന്ന് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനെ ഞങ്ങൾ മാക്സിമം അതിനകത്തുള്ളത് ഒരുപാട് ഞങ്ങൾ തന്നെയാണ് എല്ലാവരും കൂടെ കഴിച്ചിട്ട് കുറച്ച് മാത്രം അവളുടെ കരച്ചിൽ നിർത്താനായിട്ട് കൊടുത്തു. അങ്ങനെ കൊച്ച് ഹാപ്പിയായി, അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായി. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഫാമിലി ഫോട്ടോസൊക്കെ, കുറച്ച് ഫാമിലി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ആ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. ഫാമിലി ആയിട്ട് ഈ മാള് വന്ന് കാണാൻ നല്ലതാണ്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ നല്ല അതിൻ്റെ അകത്തുള്ള ആംബിയൻസൊക്കെ സൂപ്പർബാണ്. അവിടെ കാരിക്കൾച്ചറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോസ് നമ്മുടെ കാരിക്കൾച്ചർ രൂപം നമുക്ക് വരച്ചെടുക്കാം. അപ്പം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും, പേ ചെയ്യുവാണെങ്കിൽ. പിന്നെ ന്യൂ ഇയർ പ്രമാണിച്ച് കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിട്ട് ഊബർ വെയിറ്റ് ചെയ്യാനായിട്ട് വന്നു. അപ്പോഴും ഭയങ്കര നല്ല ഔട്ട്സൈഡൊക്കെ നല്ല ആംബിയൻസിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ഒരു മോണിറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്നാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കാം, എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഒരു തടി എന്തോ ബോക്സിനകത്ത് വെച്ചേക്കുന്നത് ഞാൻ കണ്ടത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പോയി നോക്കിയപ്പോൾ അത് ഊതിൻ്റെ വുഡ്സാണ്. അത് കത്തിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് മണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ മെബലിൻ്റെ സ്റ്റോറും ഒരുപാട് ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് മെട്രോയുടെ ട്രാമിൻ്റെ ഒരു ഏരിയ കാണാം. ആ ട്രാം നമുക്കിപ്പോൾ കാറൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് മെട്രോ വഴിയിട്ടും ഇത് ആക്സസബിൾ ആണ്. ഇടയ്ക്ക് ഈ കൂക്കു വിളി കേൾക്കുന്നത് സോറി, അത് മോളാണ് ഇടയ്ക്ക് വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ട്രാം ആക്സസബിൾ ആയതുകൊണ്ട് കാറില്ലാത്തവർക്കും നമുക്ക് ഈ വെണ്ടമാള വന്ന് കാണാവുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു മിനി വ്ളോഗായിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.